മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന പുസ്തകം നമുക്ക് പഠിക്കാൻ സഭ നൽകിയിരിക്കുന്നു. 5 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, ഞാൻ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാനുള്ള 5 സ്റ്റെപ്സാണ് സഭ എനിക്ക് വച്ച് തന്നിരിക്കുന്നത്. ഒന്നാം പാഠം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ട്, വിശ്വാസവും ജീവിതവും. വിശ്വാസത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം, പരിശുദ്ധ അമ്മയെപ്പോലെ, അബ്രാഹത്തെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ. രണ്ടാം പാഠത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങൾ, വിശ്വാസത്തിനെതിരെ വരുന്ന സിദ്ധാന്തങ്ങളും മറ്റ് അബദ്ധ സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഈ സിദ്ധാന്തങ്ങളിലേക്ക് വിശ്വാസിച്ചെന്ന് പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഈ പാഠം നമ്മെ ഓർമ്മിപ്പിച്ചു. മൂന്നാം പാഠം പെന്തക്കോസ്ത് സമൂഹം ഉയർത്തുന്ന വെല്ലുവിളികൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. നാലാം പാഠത്തിലേക്ക് വന്നപ്പം ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ, എങ്ങനെ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് ക്രിസ്തുവിനെ പോലെ ആകാം എന്ന് കണ്ടു. അഞ്ചാം പാഠത്തിലേക്ക് ക്രിസ്തീയ ജീവിതം എന്നത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണെന്ന് നമ്മൾ പഠിച്ചു. ഈ 5 സ്റ്റെപ്പിൽ നിന്നും 6ാമത്തെ സ്റ്റെപ്പിലേക്ക് ക്രിസ്തുവിനെ പോലെ ആവാനുള്ള ശ്രമം നമ്മൾ പഠിക്കുന്നു. ഈ പാഠത്തിൽ ബൈബിൾ എഴുതപ്പെട്ട ദൈവവചനം എന്ന 6ാം പാഠത്തിൻ്റെ 1ാമത്തെ പാർട്ട് നമുക്കിന്ന് പഠിക്കാം, ചർച്ച ചെയ്യാം, നമുക്കിത് ധ്യാനിക്കാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സൂപ്പർ പവേഴ്സായി USA, USSR എന്നീ രാജ്യങ്ങൾ വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. ഈ 2 രാജ്യങ്ങൾ സൂപ്പർ പവേഴ്സായി വന്നു. കോൾഡ് വാർ നിങ്ങൾ പഠിച്ചതാണ്, ശീതയുദ്ധം എന്നൊക്കെ ചരിത്രം വിശേഷിപ്പിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും. ഈ സമയത്ത് ഒരു സംഭവം, അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി CIA, ഇവരുടെ നേതൃത്വത്തിൽ ഒരു അന്തർവാഹിനി, പുയേരബ്ല എന്ന് അവർ നാമകരണം ചെയ്ത പുയേരബ്ല എന്ന ഈ അന്തർവാഹിനി സോവിയറ്റ് യൂണിയൻ ലക്ഷ്യമായി കുതിച്ചു. ഇത് കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കി സോവിയറ്റ് ഇൻ്റലിജൻസ് വിഭാഗം. ഉടനെ തന്നെ സംഭവിച്ചത്, ഈ ശത്രുവിൻ്റെ അന്തർവാഹിനിയെ പിടിക്കാൻ വേണ്ടി 4 അന്തർവാഹിനികളെ സോവിയറ്റ് യൂണിയൻ അയച്ചു. 4 അന്തർവാഹിനികൾ ഈ പുയേരബ്ല എന്ന് പറയുന്ന ഈ അന്തർവാഹിനിക്ക് ചുറ്റും നിന്നു. ആ സമയത്ത് അമേരിക്കൻ സൈന്യം, അതിലുണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളം ഈ സോവിയറ്റ് പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങി. ഇവരെ കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു. തടങ്കലിൽ പാർപ്പിച്ച സമയത്ത് ചരിത്രം പറയുന്നത്, 2 പേരും ചിരവൈരികളായിരുന്നതിനാൽ പരസ്പരം വലിയ വൈരാഗ്യത്തോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. അങ്ങനെ വളരെ ക്രൂരമായ പെരുമാറ്റം, ക്രൂരമായ ചില പദപ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ഒരു ദിവസം ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ റൂമിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കരിക്കട്ട ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ദൈവവചനം ആ ഭിത്തിയിൽ കുറിച്ചിട്ടു. അദ്ദേഹം ഒരു വചനം കുറിച്ചിട്ടു, പിന്നാലെ വന്ന പട്ടാളക്കാരൻ 2ാമത്തെ ഒരു വചനം കുറിച്ചിട്ടു. അങ്ങനെ അവരുടെ ഒക്കെ ഓർമ്മയിലുണ്ടായിരുന്ന വചനങ്ങൾ കൊണ്ട് അവരുടെ ഈ തടങ്കൽ പാളയത്തിലെ ഭിത്തി നിറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവർക്ക് വലിയ വ്യത്യാസം വന്നു. ഇവർ പഴയതുപോലെ ശത്രുക്കളെ കാണുന്നത് പോലെ ഈ സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളക്കാരെ കണ്ടില്ല, സൗഹൃദത്തോടെ പെരുമാറി തുടങ്ങി. ചരിത്രം പറയും, ഇവരുടെ പെരുമാറ്റം കണ്ട് ചിരവൈരികളായ ഇവരെ അവിടുന്ന് റിലീസ് ചെയ്തു എന്ന് പറയും. ചുരുക്കത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ജീവിതത്തിന് വഴികാട്ടിയാണ്. അനേകം പേർക്ക് വഴികാട്ടിയായി തീർന്ന വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ള ഒരു മതം ക്രിസ്തു മതമാണ്. 2019 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് ക്രിസ്തു മതം 2.4 ബില്യണാണ് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പറയും. അത് ലോക ജനസംഖ്യയുടെ 29% കാണാം. ഈ ലോക ജനസംഖ്യയുടെ 29% വരുന്ന
ക്രൈസ്തവരുടെ മതഗ്രന്ഥമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഒപ്പം തന്നെ യഹൂദർ അവരുടെ മതഗ്രന്ഥമായി എടുത്തിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമ പുസ്തകമാണെന്ന് നമുക്കറിയാം. രണ്ടാമത് നമ്മൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കുന്നൊരു കാര്യം, ലോകത്ത് ഇന്നേ വരെ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്, ഏറ്റവും അധികം കോപ്പികൾ ചെലവായ പുസ്തകം വിശുദ്ധ ഗ്രന്ഥമാണ്. ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഭാഷകളിലേക്ക് സമ്പൂർണ്ണ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2454 ഭാഷകളിൽ ഇന്നേ വരെ ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തത്, പുതിയ നിയമം എത്ര ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു? 1168 ഭാഷകളിലേക്ക് പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, തർജ്ജിമ ചെയ്യപ്പെട്ടു എന്ന് 2009 പ്രസിദ്ധപ്പെടുത്തിയ നമ്മുടെ ഈ പാഠപുസ്തകം പറയും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, 2009 നിന്നും 2019 എത്തിയപ്പോൾ അത് 1329 ഭാഷകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂടാതെ ബൈബിളിലെ മറ്റ് ചില പുസ്തകങ്ങളൊക്കെ വീണ്ടും അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കണക്ക് പറയുന്നത് 848 ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഇതാണ്, അനേക ജനതയെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, പ്രകാശത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായി നിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഈ ബൈബിളിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. ഒത്തിരി പേരുടെ ജീവിതത്തിന് വഴികാട്ടിയാവുന്ന ബൈബിൾ ലോക ചരിത്രത്തെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു പുസ്തകം ഇല്ലെന്ന് ആരും സമ്മതിക്കും. കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ലോക ജനതയെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഇത്രമാത്രം സ്വാധീനിച്ചു? കാരണങ്ങൾ പറയുന്നത് ഒന്നിതാണ്, മനുഷ്യ സമത്വത്തെക്കുറിച്ച് ഇത്രയേറെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം ലോകത്ത് ഇതുവരെ ജന്മം കൊണ്ടിട്ടില്ല. മനുഷ്യ സമത്വത്തെക്കുറിച്ച്. രണ്ട്, മനുഷ്യൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയതുപോലെ എഴുതിയ പുസ്തകങ്ങൾ വേറെ ഉണ്ടോ? മനുഷ്യൻ്റെ മാഹാത്മ്യം. വീണ്ടും വിഷയങ്ങൾ വരുന്നുണ്ട്, സാഹോദര്യം, അഹിംസ, അക്രമരാഹിത്യം എന്നീ മൂല്യങ്ങളുടെ ഒരു സ്രോതസ്സാണ് ബൈബിൾ. ക്രിസ്തുവിൻ്റെ അനുയായി ആയിരുന്നില്ല മഹാത്മാഗാന്ധി, പക്ഷെ അദ്ദേഹത്തിൻ്റെ അഹിംസ പോളിസി എങ്ങനെയാണ് രൂപീകരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയും. അത് ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഗാന്ധിയുടെ അഹിംസ പോളിസി ഗാന്ധി ചിട്ടപ്പെടുത്തിയത്. ചുരുക്കത്തിൽ ലോകത്തിലെ ഒട്ടനേകം ആൾക്കാരെ പ്രചോദിപ്പിച്ച, ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച, നേരിൻ്റെ വഴിയെ നടത്തിയ പുസ്തകം വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഈ ബൈബിൾ എങ്ങനെയാണ് മനുഷ്യന് കിട്ടിയത്? ഒരു ചോദ്യം. എങ്ങനെയാണ് ഈ ബൈബിൾ മനുഷ്യന് കിട്ടിയത്? ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, അത് ദൈവിക വെളിപാടിലൂടെ കിട്ടിയതാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്. ദൈവിക വെളിപാടിലൂടെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുത്തേക്ക് എത്തിയത്. ഇനി നമുക്ക് കാണാവുന്നത് ഈ ദൈവിക വെളിപാടിൻ്റെ ഒരു ചരിത്രം കാണാം. ദൈവിക വെളിപാടിൻ്റെ ചരിത്രം, അതായത് ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞത് അസാധ്യമായ കാര്യമാണ്. ഇത് ദൈവത്തിനറിയാം. അതുകൊണ്ട് കാരുണ്യവാനായ ദൈവം, സ്നേഹനിധിയായ ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്താൻ തിരുമനസ്സായി. വെളിപ്പെടുത്തിക്കൊണ്ട് എന്താണ് തൻ്റെ ഇഷ്ടം, എന്താണ് തൻ്റെ അനിഷ്ടമെന്നും ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവാവിഷ്കാരം 2 ഇത് പറയുന്നു. ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രക്രിയയെ ദൈവാവിഷ്കാരം അല്ലെങ്കിൽ ദൈവിക വെളിപാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ 1-ാം പാഠത്തിൽ പഠിച്ചതാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ഇതാണ് ദൈവിക വെളിപാട് അല്ലെങ്കിൽ ദൈവാവിഷ്കാരം. അടുത്ത ചോദ്യം, ഈ ദൈവിക വെളിപാടിൻ്റെ പൂർത്തീകരണം ആരിലാണ്? ഇതും പഠിച്ചിട്ടുണ്ട്. ദൈവിക വെളിപാടിൻ്റെ പൂർത്തീകരണം കൃത്യമാണ് യേശു ക്രിസ്തുവിലാണ്. വെളിപാടിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവാണ്. മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിലൂടെ ഈ വെളിപാട് പൂർത്തീകരിക്കപ്പെട്ടു. അതായത് ദൈവിക വെളിപാട് ദൈവവചനത്തിൻ്റെ ഒരു ചരിത്രമാണ്. ദൈവിക വെളിപാട് ദൈവത്തിൻ്റെ വചനമായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. ഇപ്രകാരം പൂർത്തീകരിച്ച ദൈവിക വെളിപാട്, യേശുവിൽ പൂർത്തീകരിച്ച ദൈവിക വെളിപാട് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാം.
ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ഈ ദൈവിക വെളിപാട് ദൈവം വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും കണ്ടുവരാം. അതനുസരിച്ച് ഒന്നാമത് ദൈവം വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ വചനം ആദ്യമായി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാം. ഇത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ കൃത്യമായും പറഞ്ഞു വച്ചിട്ടുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1, 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒന്നാമത്തെ ഘട്ടം ഏതാണെന്ന് കൃത്യമായും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. ലോക സൃഷ്ടി മുതൽ ഒന്നാമത്തെ ഘട്ടം ഇതാണ്, സൃഷ്ടിയിലൂടെയുള്ള ദൈവിക വെളിപാട്. സൃഷ്ടിയിലൂടെയുള്ള ദൈവിക വെളിപാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവം പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചത് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്നതിന് ഉൽപ്പത്തി പുസ്തകം നൽകുന്ന മറുപടി ഇതാണ്: എങ്ങനെ സൃഷ്ടിച്ചു? വചനത്തിലൂടെ സൃഷ്ടിച്ചു. എന്തായിരുന്നു ആ വചനം? ആ വചനം ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കാണ്. ഇതിലൂടെയാണ് സൃഷ്ടികർമ്മം പൂർത്തീകരിക്കപ്പെട്ടത്. 1-ാം ദിവസം സൃഷ്ടിച്ച അത് എന്തിനെന്നറിയോ? പ്രകാശം. 6-ാം ദിവസത്തിലേക്ക് വരുമ്പം മനുഷ്യൻ. ഈ 1-ൽ നിന്ന് 6-ലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദൈവം ഈ ഓരോ സൃഷ്ടികളിലൂടെയും തന്നെ വെളിപ്പെടുത്തുകയാണ്. അവസാനം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മം മുഴുവൻ ദൈവിക വെളിപാടിൻ്റെ പ്രാരംഭ രൂപമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവിക വെളിപാടിൻ്റെ തുടക്കമായിരുന്നു സൃഷ്ടികർമ്മം. സൃഷ്ടപ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചത്തെ, സകല ചരാചരങ്ങളെയും ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ രൂപമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കണം എന്നാണ് നമ്മെ ഇതോർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ കണ്ടെത്താം. രണ്ടാമത്തെ രക്ഷാകര പദ്ധതിയുടെ രണ്ടാമത്തെ സ്റ്റേജ്, ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാട്. സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാട്. ദൈവം പ്രപഞ്ചത്തിന് തന്നെ സാക്ഷികളാവാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത ജനത നമുക്കറിയാം, ഇസ്രയേൽ ജനം. ആ ഇസ്രയേൽ ജനത്തിന് ദൈവം തൻ്റെ സന്ദേശങ്ങൾ അറിയിച്ചത് സന്ദേശവാഹകരിലൂടെയാണ്. ഈ സന്ദേശവാഹകരാണ് ദൈവത്തിൻ്റെ സന്ദേശം ഇസ്രയേൽ ജനത്തിന് എത്തിച്ചു കൊടുത്തത്. സന്ദേശവാഹകരെ നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ്. ഏതാനും പേരെ നമുക്ക് പറയാൻ പറ്റും. അബ്രാഹം, രണ്ടാമത്തത് ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ജോഷുവ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, ഇവരൊക്കെ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിരുന്നു. ഈ സന്ദേശവാഹകർ ജനങ്ങളുടെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ ഹിതം അവരോട് പങ്കുവച്ചു. അവർ പറഞ്ഞ സന്ദേശവാഹകർ വിശ്വാസികളോട്, ഈ ദൈവജനത്തോട് പറഞ്ഞ കാര്യങ്ങളും അവർ പറഞ്ഞതനുസരിച്ച് ജനങ്ങൾ കാണിച്ച വിശ്വാസവും അവിശ്വാസവും, ഇതാണ് പഴയ നിയമത്തിൻ്റെ ഉള്ളടക്കം തന്നെ. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഈ സന്ദേശങ്ങളൊക്കെ പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ദൈവം അരുളി ചെയ്യുന്നു, സന്ദേശവാഹകരല്ല അരുളി ചെയ്യുന്നത്, ദൈവമാണ് ഈ സന്ദേശവാഹകരിലൂടെ സംസാരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഈ രക്ഷാകര പദ്ധതിയിലെ രണ്ടാമത്തെ ഘട്ടം സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാടാണ്. 3, ഈശോ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത. തൊട്ട് മുൻപ് നമ്മൾ കണ്ടതാണ്. ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവും ദൈവവചനവും ഒന്നാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന ഇതാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇങ്ങനെ യോഹന്നാൻ ഇത് പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയാണ്: ദൈവവചനവും യേശുക്രിസ്തുവും ഒന്നാണ്. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് യേശുക്രിസ്തു. രണ്ടാമത്, ദൈവവചനം പൂർണ്ണമായും ദൃശ്യമായത് യേശുക്രിസ്തുവിലാണ്. പൂർണ്ണമായും ദൃശ്യമായത് യേശുക്രിസ്തുവിലാണ് എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയും. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലത്ത് തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പൗലോസ്ലീഹ ഉറപ്പിച്ചു പറയാണ്, ഇതിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിലാണ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയും. അതുകൊണ്ട് ഇതിനപ്പുറത്തൊരു വെളിപ്പെടുത്തലില്ല. ഇനി ഇതിനപ്പുറത്തൊരു വെളിപ്പെടുത്തൽ വരാൻ പോകുന്നില്ല. യഹൂദരുടെ വിശ്വാസം അങ്ങനെയാണ്. ഇനി ഒരു വെളിപ്പെടുത്തൽ, ഒരു രക്ഷകൻ വരാൻ പോകുമെന്ന വിശ്വാസത്തിൽ യഹൂദർ ഇരിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളായ നമ്മൾ പറയും, ഇതിൻ്റെ പൂർണ്ണതയിൽ പുത്രൻ പിതാവിനോട് കൂടെയായിരുന്നു. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, ദൈവം തന്നെയായ പുത്രനാണ് പിതാവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഇതിൻ്റെ പൂർണ്ണത യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. 3. നാലാമത്തെ, ദൈവിക വെളിപാടും തിരുസഭയും. രക്ഷാകര പദ്ധതിയിലെ അടുത്തൊരു സ്റ്റേജായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. യേശുക്രിസ്തു അങ്ങനെ ലോകത്ത് വന്ന് പിതാവിൻ്റെ ഹിതമറിയിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തുള്ള അത്ഭുത പ്രവൃത്തികളും യേശുക്രിസ്തുവിൻ്റെ ചെയ്തികളും യേശുക്രിസ്തുവിൻ്റെ സംസാരവും ഒക്കെ വഴി ദൈവവചനം വിശ്വാസികൾക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും യേശുക്രിസ്തു നൽകി. അതിനുശേഷം യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉപവിഷ്ടനാവുന്നതിന് മുൻപായി നമ്മൾ കാണുന്നത്, യേശുക്രിസ്തു പൂർത്തീകരിച്ച ദൈവിക വെളിപാടിന് സാക്ഷികളാവാൻ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. ഈ 12 അപ്പസ്തോലന്മാരും യേശുക്രിസ്തു പഠിപ്പിച്ചതൊക്കെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടന്നു. പൊള്ളുന്ന അനുഭവങ്ങൾ ഇവർക്കുണ്ട്. നേരിട്ട് കണ്ടത്, സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ കുറേ അനുഭവങ്ങൾ കൊണ്ട് ഇവർ നടന്നു. അതിനുശേഷം ഈ അപ്പസ്തോലന്മാരിലൂടെ സഭ സ്ഥാപിക്കപ്പെട്ടു. 12 ശ്ലീഹന്മാരിലൂടെ ലോകത്ത് സഭ സ്ഥാപിക്കപ്പെട്ട ചരിത്രം നമുക്ക് മനസ്സിലാവും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്ലീഹന്മാരാവുന്ന അടിത്തറമേൽ പണിയപ്പെട്ട സഭ മിശിഹായുടെ ശരീരമാണ്, മിശിഹായുടെ ലോകത്തിലെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈ ദൈവിക വെളിപാടിൻ്റെ സംരക്ഷകയും പ്രഘോഷകയും വ്യാഖ്യാതാവും സഭ തന്നെയാണ്. തുടർന്ന് നമുക്ക് കാണാം, ഈ വിശുദ്ധ ഗ്രന്ഥം ലഭിച്ചത് സഭയിലൂടെയാണ്, രൂപം കൊണ്ടത് സഭയിലാണ്. കാനോനികമായി ദൈവനിവേശിതമായി അംഗീകരിക്കപ്പെട്ട 73 ഗ്രന്ഥങ്ങളെ ചേർത്ത് വെച്ച് ബൈബിളായി നമുക്ക് നൽകിയത് തിരുസഭയാണ്. ഇതാണ് നമ്മൾ ഈ 4-ാമത്തെ കാര്യത്തിൽ പഠിക്കുന്നത്. ഒരു കാര്യം നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കുന്നു, തിരുസഭയാണ് ബൈബിൾ നൽകിയത്. സഭയിൽ നിന്നും ഭിന്നിച്ചു പോയ പ്രൊട്ടസ്റ്റൻ്റ് സഭകളും അതിനുശേഷം ഉദയം ചെയ്ത സെക്റ്റുകളും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ ബൈബിൾ ഇന്ന് എടുത്തുപയോഗിക്കുന്നത് കത്തോലിക്ക സഭ നൽകിയ ബൈബിൾ തന്നെയാണ്. കാരണം ഇതിൻ്റെ സംരക്ഷക, പ്രഘോഷക, വ്യാഖ്യാതാവ് ഒക്കെ കത്തോലിക്ക സഭ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ബൈബിൾ ദൈവവചനത്തിൻ്റെ ലിഖിത രൂപം, ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കണ്ടുവന്നത് ഇതാണ്, അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കുറേയധികം കാര്യങ്ങൾ എഴുതി ലിഖിത രൂപത്തിലായി. അപ്പോഴും എഴുതാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ എടുത്തു നോക്ക്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഈ പുസ്തകത്തിൽ എഴുതാത്ത അനേകം കാര്യങ്ങൾ ഇനിയുമുണ്ട്. എല്ലാം എഴുതിയാൽ അത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്ര തന്നെ എഴുതിയത് യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ്.
അപ്പോൾ ഇനിയും എഴുതാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സാക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സാക്രഡ് ട്രഡീഷൻ. സ്ക്രിപ്ചർ ദൈവവചനവും പാരമ്പര്യവും. ഈ പാരമ്പര്യം, അതായത് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇത് രണ്ടും, ഇത് പൂർണ്ണമാവണമെങ്കിൽ ഈ സ്ക്രിപ്ചറും വേണം, ട്രഡീഷനും വേണം. ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോവണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ലിഖിത രൂപത്തിലായതു മാത്രമേ ബൈബിളിലുള്ളൂ, ബാക്കി ട്രഡീഷൻ സഭയുടെ പാരമ്പര്യങ്ങളായി നിലനിൽക്കുന്നു. ബൈബിൾ നമുക്കറിയാം 73 പുസ്തകങ്ങളുടെ ദൈവനിവേശിത ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ്. ബൈബിൾ എന്ന വാക്ക് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്ന് മാത്രമേ ഉള്ളൂ എന്നും ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? അറിയാം, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ഒരൊറ്റ വ്യത്യാസമുണ്ട്. ഒരു പാരമ്പര്യം, മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് അറമായ ഭാഷയിലാണ് എന്നൊരു പാരമ്പര്യം കൂടി ഉണ്ട് എന്നിവിടെ ഓർക്കണം. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പഴയ നിയമത്തിലെ 3 പുസ്തകങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പുസ്തകങ്ങളും രൂപപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. 1, 2 മക്കബായർ, ജ്ഞാനം എന്നീ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ബൈബിൾ തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, അധ്യായങ്ങളായി ബൈബിളിനെ തിരിച്ചിട്ടുണ്ട്. ഇത് ആരംഭകാലത്തിൽ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ബൈബിൾ അധ്യായങ്ങളായി, ചാപ്റ്റേഴ്സായി മാറിയത്? 1205 ഇംഗ്ലണ്ടിലെ മെത്രാപ്പൊലിത്തയായിരുന്ന കർദിനാൾ സ്റ്റെഫാൻ ലാങ്ടൺ ആണ് ഇങ്ങനെ അധ്യായങ്ങളായി തിരിച്ചത്. 2 വാക്യങ്ങളായി തിരിച്ചതോ? വാക്യങ്ങളായി തിരിച്ചത് 1555 റോബർട്ട് സ്റ്റീഫൻ എന്ന മിഷണറിയാണ് വാക്യങ്ങളായി തിരിച്ചത്. ബൈബിൾ വിഭജനം കൂടി കണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ബൈബിൾ വിഭജനം. ബൈബിളിൻ്റെ വിഭജനം 2 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, യഹൂദർ ബൈബിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 2, ക്രൈസ്തവർ കത്തോലിക്കരുടെ വിഭജനം എങ്ങനെയാണ്? യഹൂദരുടെ വിഭജനം ഇതാണ്: തോറ, നബീം, കത്തൂബീം, അവരുടെ വാക്കുകളിൽ. അതായത് നിയമം, പ്രവാചകന്മാർ, ലിഖിതങ്ങൾ. നിയമം, പ്രവാചകന്മാർ, ലിഖിതങ്ങൾ എന്ന രൂപത്തിൽ യഹൂദ വിഭജനം അവിടെ നിൽക്കുന്നു. കത്തോലിക്ക സഭ വിഭജിക്കുന്നത് നമുക്കറിയാം. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ചരിത്രപരം, പ്രവചനപരം, പ്രബോധനപരം എന്നീ രീതിയിലാണ് പഴയ നിയമത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത്. പുതിയ നിയമം നമുക്കറിയാം, സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങൾ, കാതോലിക ലേഖനങ്ങൾ, വെളിപാട് എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. വിശുദ്ധ ജെറോമിൻ്റെ ഒരു സെൻറ്റൻസ് മനസ്സിൽ സൂക്ഷിക്കാം. വിശുദ്ധ ജെറോം സഭാവിജ്ഞാനീയത്തിൻ്റെ പിതാവായി വാഴ്ത്തപ്പെടുന്ന വിശുദ്ധനാണ്. അദ്ദേഹം പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് കൃത്യമായും നമുക്ക് പകർന്നു തന്നു രക്ഷാകര പദ്ധതിയിലെ വിവിധ ഘട്ടങ്ങളിലൂടെ. അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി, യേശു ക്രിസ്തുവാണ് ഈ വെളിപാടിൻ്റെ പൂർണ്ണത. യേശു ക്രിസ്തുവിലാണ് വെളിപാട് പൂർത്തിയായത്. ബൈബിൾ രൂപപ്പെട്ടത് സഭയിലാണ്. സഭയാണ് ബൈബിളിൻ്റെ സംരക്ഷക, പ്രഘോഷക, ഇതിൻ്റെ വ്യാഖ്യാതാവ് എന്ന് നമുക്ക് ഓർക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങ് നയിക്കുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവവചനം ഞങ്ങൾക്ക് തന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ആഗ്രഹം പോലെ അങ്ങയുടെ പുത്രൻ ഈ ലോകത്ത് ജീവിച്ചതുപോലെ വചനാനുസൃതം ജീവിച്ച് അങ്ങയുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി സകലർക്കും മാതൃകയായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാം. 73 പുസ്തകങ്ങളുടെ ദൈവനിവേശിത ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഒന്ന്, ആ ഡിവിഷൻ അനുസരിച്ച് എഴുതണം. പഴയ നിയമം, ചരിത്രപരം, പ്രവചനപരം, പ്രബോധനപരം, തുടർന്ന് പുതിയ നിയമത്തിലെയും. അങ്ങനെ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണിച്ചു കൊടുക്കണം.
രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കണ്ടെത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓർമ്മിക്കാൻ ഒരു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ധ്യാനിക്കാം ഈ ആഴ്ചയിൽ ഈ വചനം. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.